നമുക്ക് ഗെയിമിലേക്ക് പോവാ. അപ്പൊ എന്ത് ഗെയിമാണെന്നറിയാം നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ 3 കാർഡ് തരും. ഫസ്റ്റ് ഒരു കാർഡ്, സെക്കൻഡ് ആളുടെ കാർഡ്, തേർഡ് കാണിക്കട്ടെ. ഈ കാർഡിൽ എഴുതിയുള്ളത് 5 ഗെയിംസ് ആണ്. മൊത്തം 6 തന്നെ അതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ 5 ഗെയിംസ് ഉള്ളൂ. ആ 5 ഗെയിംസിൽ മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആരാണോ അയാളാണ് ജയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കളിക്കാം. മുട്ടായി അല്ല, ഗിഫ്റ്റാണ് കിട്ടുക. ഓക്കെ, ഒരാൾക്കാണ് ഗിഫ്റ്റ് കിട്ടുള്ളൂ. ഫസ്റ്റ് റോൾ നമ്പർ നടിയിലാണ് ഞാൻ പേര് എഴുതിയത്, റിസ. ഫസ്റ്റ് റോൾ നമ്പർ നമ്മൾ റിസക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഷമ്മാസ് ആണ്, ഷമ്മാസ് കേക്ക്. തേർഡ് നമ്മുടെ സുറബീഗം. ഫസ്റ്റ് ഗെയിം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ ഇതിൽ വെച്ചിട്ടാ, എന്നിട്ട് ഞാൻ അതിങ്ങനെ ഷഫിൾ ചെയ്ത് അപ്പൊ ഏതിലാ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പൊ പറയണ്ട. അപ്പൊ ഗൈസ് ഞാൻ മണിക്കൂറിന്ന് എഴുതി വെച്ചിട്ട് ഷഫിൾ ചെയ്തിട്ട് അപ്പൊ ഇനി നമുക്ക് ഇത് നോക്കാം. ഫസ്റ്റ് ഞാൻ ചോദിക്കണ ആള് പറഞ്ഞാൽ മതി. നേരത്തെ സീറ, സെക്കൻഡ്, ഫസ്റ്റ് ഇഞ്ച് പറയും. സീറ 2 3. ഓക്കെ, ഫസ്റ്റ് 1 ഇല്ല, 2 ഇല്ല, 3. അവ 3 ആണ് ആൻസർ. അപ്പോൾ ഇതിൽ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ജയിച്ചത് റിസയാണ്. അപ്പോൾ ഈ കളിയിൽ ആരാണ് ജയിച്ച ഷിമു? ഇതൊരു ഇതാ. നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാ. അപ്പോൾ റൗണ്ട് 1 മാർക്ക്. അപ്പോൾ 1 മാർക്ക് നമ്മുടെ റിസക്കായി ഗൈസ്. ഫസ്റ്റ് റൗണ്ട് 1 മാർക്ക്. 1 അല്ല, ഇതിന് 10 മാർക്കാണ്. 0 ആണ്. കാരണം ഫസ്റ്റ് ഈ ഒരു ബോൾ റൗണ്ടിൽ നമ്മൾ റിസയാണ് ജയിച്ചിരിക്കുന്നത്. ഒരു റൗണ്ടിൽ ഇതിന് 10 ആണ്. 0 കണ്ട, 0 0 ആണ് ഗൈസ്. കാരണം ഇവർ രണ്ടാൾക്കും കിട്ടിയില്ല, അത് കാരണമാണ്. ഇനി അടുത്ത ഇത് എടുത്തോളൂ. അടുത്ത ഗെയിം പിൻ ഹൈഡിങ് ഗെയിം. ഓക്കെ, ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ മുമ്പാടത്ത് ഫുൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എവിടെയാണെന്ന് അത് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അകത്തൊന്നും ഉണ്ടാവില്ല. ഈ ഭാഗം തൊട്ടിട്ട് കേട്ടാ, ആ ഭാഗം തൊട്ടിട്ട് ഈ ഭാഗം വരെ തപ്പിക്കോ. എല്ലാവരും പേപ്പർ എടുത്തേക്ക്. ഷമാസ് എവിടെയോ അങ്ങനെ നമുക്ക് ഒരു മാർക്കായിരിക്കണം. നമ്മുടെ സൂചിപ്പിൻ ഗൈസ് ഇവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്. ചലഞ്ച് നീം ഈറ്റിംഗ് ചലഞ്ചാണ്. നമ്മുടെ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല കണ്ടോ ഗൈസ്, അതാണ് ഇത്. 3 എണ്ണം ഏകദേശം ഒരേ വലുപ്പമാണ്. ഇത് തിന്ന്, അതും എക്സ്പ്രഷനോ തുപ്പരുത്. ഓക്കെ ഓക്കെ ഓക്കെ. തുപ്പിയാ മാർക്ക് പോയി. ഫസ്റ്റ് ഞാൻ ഒരെണ്ണം എടുക്കുക. ഫസ്റ്റ് ഇത് റിസ പിടി, സമാസ് പിടി, ഷുറാബി പിടി. റെഡി 1 2 3 സ്റ്റാർട്ട്. റിസ തിന്നോ? അല്ല റിസ എക്സ്പ്രഷൻ നോക്കല്ല, ഓൾ തുപ്പുണ്ടോ നോക്ക്. നമ്മൾ റിസയുടെ മൊത്തം എക്സ്പ്രഷൻസ് ആണ് കാണുന്നത്. അതാ നമ്മൾ റിസയുടെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒരു എക്സ്പ്രഷൻ കാണാനില്ല, ഇറക്കി കഴിഞ്ഞാൽ മാത്രം കാണിക്കുക. കുഴപ്പമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ഇരുന്നോ, ഒന്നും ചെയ്യാൻ പാടില്ല. കുറച്ചും കൂടി മാറ്റുന്നു. ഓക്കെ, ഞാൻ അവിടെ ഷമാസ് ഞാൻ ഷമാസിൻ്റെ അല്ല, ഞാൻ തന്നെ വാങ്ങിയില്ലേ. ഇതിലേതെങ്കിലും അത് തിന്നു.
നമ്മൾ ഷമാസിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ടോ എല്ലാവരും? ആ കണ്ടിട്ട് ഷമാസിന്റെ എക്സ്പ്രഷൻ ചിരിപ്പിക്കണ്ട കഴിഞ്ഞാ ആ കഴിച്ചാ ആ ഫുള്ള് ആക്കിക്കോ. ഓക്കെ കഴിഞ്ഞാ ആ കാണിക്ക്. ആ അപ്പൊ കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇനി ഇവിടെ അങ്ങോട്ട് പോയത് ഇവിടെ റിസൾട്ട് തന്നെ നിന്ന് വേണ്ട ഇവിടെ ഷമാസ് ഫൗള് മുത്തൈക്കണ്ട അവിടെ നിന്നോ. ഇത് ഷമാസിൽ നോക്കിട്ടാ നമ്മൾ ദൂരത്തുനിന്നോ. ആ എല്ലാവരും എക്സ്പ്രഷൻ ഓളെ നോക്ക്. നമ്മുടെ ദൂരോടെ എക്സ്പ്രഷൻ ആണ്. വേണ്ടടി ചിരിപ്പിക്കണ്ടടി അല്ലേ കഴിഞ്ഞാ ആർക്കിയാ ആട്ടാ ആടിക്ക. ആ ഇനി ഫുള്ളാക്കിയില്ലേ? ഇനി വിടക്ക് മൂന്നെണ്ണം നിന്നാ മൂന്നെണ്ണം വിടക്ക്. അപ്പൊ ഈ ഗെയിമിൽ ആർക്കെയാണ് ജയിച്ചത്? 3 ആൾക്ക് 10 പോയിന്റ്സ്. അപ്പൊ എല്ലാവരും ചെക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ടാ മാർക്ക് കൊണ്ടാ. ഫസ്റ്റ് ആരാച്ച കൊണ്ട ആരും എന്നാലും ഞാൻ വാങ്ങും. ഓർഡർ ഇല്ല. അപ്പോൾ ആരും എന്നാലും വാങ്ങും. അങ്ങനെ ഇവിടെ ഷമൂന ആദ്യമായിട്ട് ഒരു 10 മാർക്ക് അയക്കുകയാണ്. വേറെ കൊണ്ടാ റിസൾട്ടൊക്കെ കളക്ട് ചെയ്തെടുത്തേക്ക്. അതാണ് റിസൾട്ട് ഡ്യൂട്ടി കൊണ്ടാ. അങ്ങനെ എല്ലാവർക്കും 10 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. നമ്മളെ ഗെയിം എന്താ വെച്ചിട്ടാ ഞങ്ങൾക്ക് ഓരോ ടാസ്ക് തരും. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർ പേര് തരും. നിങ്ങൾ അവരുടെ പോയി ആ ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ വാങ്ങിച്ച് വരിക. അതാണ് ഗെയിം. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ മാത്രമേ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ അകത്തേക്ക് കയറരുത്. അനക്ക് കേട്ടോ സന വേറാക്ക് ഫിദുത്താത്ത ഷമാസിന് ഈ റൗണ്ട് ശരിക്കും തേർഡാണ് ജയിച്ചത്. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നു. ഇപ്പം നമ്മളെ വീഡിയോ ഇതെന്താ മനസ്സിലായ? ഞാൻ ഇതിൽ ഇത്ര പോലെ പേപ്പർ ഉണ്ടാവും. ഓരോരുത്തരുടെ അടുത്ത് ചെല്ലും. വീട്ടിൽ എല്ലാവരുടെ അടുത്തും ചെല്ലും. എന്നിട്ട് ഓരോരുത്തരുടെ പേര് പറയാൻ പറയും. ആരുടെ പേരാണോ പറയുന്നത് അവരുടെ പേര് എഴുതിയിട്ട് ഇതിൻ്റെ ഉള്ളിലിടാനും പറയും. ഓക്കെ. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അയാൾ വിന്നർ. അപ്പം നമുക്ക് പോയാലോ? ശരി. ഓരോ അംഗങ്ങളെ അപ്പം അതിനടുത്ത് സൂറാബി നമുക്ക് പോവാം. അതിൻ്റെ അടിയിൽ നിന്ന് പേപ്പർ എടുക്കാം. ആ എന്നുള്ള ഒരാളെ പേര് ഇടുക. ഇതിൻ്റെ ഉള്ളിലിടുക. ഇതിൽ ഇടും. മടക്കിയിടണേ. ഗായ്സ് ഇപ്പോൾ എൻ്റെ ടേണാണ്. നിങ്ങളൊക്കെ ഒന്ന് പോയിക്കാം. ഞാൻ ഒരാളെ പേര് ചെയ്തോട്ടെ. നല്ല കുട്ടിയല്ലേ? ഇപ്പോൾ എൻ്റെ ടേണാണ്. ഇപ്പോൾ റിജന് പറ്റുന്നുണ്ട്. അവിടെ ഉണ്ട്. എനിക്ക് 6 പേര് എഴുതണം. എനിക്ക് എൻ്റെ പേര് എഴുതണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഷമാസിൻ്റെ പേര് എഴുതണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ചെറുതാടെ പേര് എഴുതണമെങ്കിൽ എഴുതാം. എൻ്റെ പേര് തന്നെ എഴുതാം. എനിക്ക് 6 പേര് എഴുതേണ്ടി പറയും. എൻ്റെ പേര് ഓക്കെ. ഇത് പിടിച്ചാ ഓക്കെ. മടക്കിയിട്ട് എൻ്റെ ഉള്ളിലിട്ട ഇതിൽ ഇത് പോയിക്കോ. ഞാൻ ചെറുതാ നോക്കട്ടെ. സൂറാബിയുടെ പേര് എഴുതണോ അതോ എന്താണ് എൻ്റെ റിസയുടെ പേര് എഴുതണോ ഷമാസിൻ്റെ പേര് എഴുതണോ? എനിക്ക് ഇഷ്ടമുള്ള ആൾ പേര്. എൻ്റെ എഴുതണമെങ്കിൽ എനിക്ക് എഴുതാം. ആരെഴുതണ്ടി? എൻ്റെ എഴുതിയാ ഷമാസിൻ്റെ. ഓക്കെ ഞാൻ എഴുതാം. എൻ്റെ അറിയില്ല. ഞാൻ എഴുതാൻ മുട്ടേ എല്ലാവരും മുട്ടാ. അങ്ങനെ പിടിച്ചാൽ നമ്മൾ അതെഴുതിക്കൊണ്ട് മടക്കിയിട്ട് ഇതിലിട്ടാ. മടക്കറിയോ? നല്ല പോലെ എടുത്തിട്ടാ. ആ അത് ലാസ്റ്റ് പറയാം. റിസയുടെ പേര് എഴുതണമെങ്കിൽ എഴുതാം. സേറാടെ പേര് എഴുതണമെങ്കിൽ എഴുതാം. എനിക്ക് എൻ്റെ വേണമെങ്കിൽ എഴുതാം. ആരെ എഴുതണ്ടി? ആരെ ഇഷ്ടമുള്ളവർ. സിനാന പറ്റില്ല. എനിക്ക് എൻ്റെ വേണമെങ്കിൽ അനിയത്തിയുടെ എഴുതാ. എൻ്റെ അനിയത്തി സേറില്ലേ? എനിക്ക് വേണം ഓളെ എഴുതാ. എനിക്ക് വേണമെങ്കിൽ റിസയുടെ എഴുതാം. എനിക്ക് വേണമെങ്കിൽ എൻ്റെ എഴുതാ. റിസനെ
ഗൂഗിൾ പേ ചെയ്തതാ എത്ര ഇവിടെ എപ്പോ മുതൽ എടുക്കാൻ തുടങ്ങിയത്? ഒന്നാമത്തെ കൂട്ടൂല, രണ്ടും വേറെ വേറെ ഇത് ഇങ്ങനെ തുറക്കട്ടെ വേണ്ടി ഇടക്കടിയെ കൂട്ടി പ്രോത്സാഹന സമ്മാനം. വീഡിയോ അടുത്തൊരു വീഡിയോ കാണുക. ബൈ ബൈ.